അപ്പോൾ നമുക്ക് കുമ്പിളപ്പം തയ്യാറാക്കാം. 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തേങ്ങ, 3 ചെറിയ പഴം എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 നുള്ളു ഉപ്പ്, 2 അച്ച് ശർക്കര, 1/2 കപ്പ് വെള്ളത്തിൽ നന്നായി ഉരുക്കി അരിച്ചെടുത്തതും കൂടെ ചേർത്ത് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് ഒരുപാട് തിക്കായി പോകരുത്, അപ്പത്തിന് കട്ടി വരും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് മാവ് നന്നായിട്ടൊന്ന് കുഴച്ച് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വഴണയില ഇതുപോലെ കുമ്പിള് പോലെ ഒന്ന് മടക്കിയതിന് ശേഷം മാവ് അതിലേക്ക് കോരി നിറച്ച് വെക്കാം. ഇലയുടെ അടുത്ത സൈഡ് ഇതേപോലെ ഒന്ന് മടക്കി വെക്കാം. ഇനി ഇത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഇല്ലാതെ തന്നെ റവ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുമ്പിളപ്പം ഇതേപോലെ തയ്യാറാക്കാനായിട്ട് പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടെയാണ്. പഴുത്ത ചക്കയോ ചക്ക വരട്ടിയതോ ഇല്ലെന്നുണ്ടെങ്കിലും ഇതുപോലെ പഴം വെച്ചിട്ടും നേന്ത്രപ്പഴം വെച്ചിട്ടും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പിളപ്പം തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.